നീ എന്താ അംബാസഡർ കാറിന്റെ കച്ചവടം തുടങ്ങിയോ അതോ മോഷ്ടിച്ചതാണോ? ഇത് ഞാൻ ആക്രി വിലയ്ക്ക് വാങ്ങിയ കാറുകളാ. ഫൈറ്റിന് അടിച്ച് പൊളിക്കാൻ. ഫൈറ്റാ? വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ രാജമല്ലികയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തു. അല്ല ഈ ഫൈറ്റില് നമ്മളും പങ്കെടുക്കൂലോ അല്ലേ? ഞാനോ? എന്നാലും രസമുള്ളൂ. ഞാൻ നിന്റെ ടീം നോക്കിയടിയടാ. താങ്ക് യു സാർ. ഇവർക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് കംപ്ലൈന്റ് തരേണ്ടത് ഞാനല്ലല്ലോ. പിന്നെ അത് ഒരു പാവപ്പെട്ട കോടീശ്വരനെ കുറെ ആളുകൾ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാൻ ഇടപെട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ പാവപ്പെട്ട കോടീശ്വരൻ അവിടെ? കോടീശ്വരൻ അവിടെ മറിഞ്ഞിക്കണു സാർ. മിസ്റ്റർ വരണം. ഇടുവന്നേ. പനിയാണെന്ന് കള്ളം പറയാം, അപ്പൊ ഇടി കിട്ടൂല. സാർ നമസ്കാരം. വിളിക്കണു. ഇയാൾ ഇങ്ങോട്ട് വരൂ. പ്രസന്റ് സാർ. തന്നെ എന്തിനാ ഗുണ്ടകൾ ആക്രമിച്ചത്? എന്നെയോ? പിന്നെ എന്നെയാണോ ആക്രമിച്ചത്? എന്നെയാണ് ഇപ്പൊ ഇവിടെ പറയണം. അഴിയണം വകുപ്പ് പറയാ. അയ്യോ, എനിക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പ് മതി, എനിക്ക് പരാതിയില്ല. തനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞോട്ടല്ലേ ഞാൻ ഇതിൽ ഇടപെട്ട് അവരെ തല്ലിപ്പൊളിച്ചോക്കെ. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്നലെ ആ പരാജയം വാങ്ങൂ. അല്ല, പരാതി കൊടുത്ത് അവരൊക്കെ അകത്താവും. അല്ലെങ്കിൽ താനകത്താവും. ഇവിടെ ഒരു സൈൻ ഇട്ടാ മതി, ബാക്കി ഞാൻ എഴുതി ചേർത്തോളാം. ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് ഗോ. ശരി സാർ. താനെന്താ പോലീസുകാർക്ക് എന്നെ ഒറ്റ കൊടുക്കാഞ്ഞത്? ഞാനൊരു വക്കീല് മാത്രല്ല, നാടകൃത്ത് കൂടിയാ. ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലാവും. മനസ്സിലായടാ?